പാലക്കാട് കൊപ്പം എന്ന സ്ഥലത്തുള്ള ഒരു സവിത ചേച്ചിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ചേച്ചിയുടെ ജീവിതത്തിലുണ്ടായ രസകരമായ ഒരു സംഭവത്തെക്കുറിച്ച്. 30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. അന്ന് ചേച്ചി സ്കൂളിൽ പഠിക്കുകയാണ്. അന്ന് ചേച്ചിയുടെ വാണിയംകുളത്തുള്ള വീടിനടുത്ത് ഒരു വൃദ്ധ ദമ്പതികൾ താമസമുണ്ട്. മക്കളൊക്കെ അങ്ങ് കേരളത്തിന് പുറത്താണ്. സവിത ചേച്ചി ഇടയ്ക്കൊക്കെ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ചേച്ചിയെ അവർക്ക് സ്വന്തം മകളെ പോലെയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ ആ നാട്ടിൽ സിനിമ ഷൂട്ടിംഗ് വന്നു. ഷൂട്ടിങ്ങിനിടയിൽ ഒരു ദിവസം അന്ന് ചിത്രീകരിക്കേണ്ടിയിരുന്ന സീനിൽ അഭിനയിക്കാൻ നടിയെ കിട്ടിയില്ല. സംവിധായകനും അണിയറ പ്രവർത്തകരും ആ വീട്ടിൽ ഇരുന്നു കൊണ്ട് ടെൻഷൻ പിടിച്ച ചർച്ച. അപ്പോഴാണ് അവിടേക്ക് സവിത ചേച്ചിയുടെ വരവ്. നാട്ടിലുള്ള ആരെയെങ്കിലും അഭിനയിക്കാൻ കിട്ടുമോ എന്ന് സംവിധായകൻ ഗൃഹനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദേ ഇവളെ പിടിച്ച് അഭിനയിപ്പിച്ചോളാൻ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മേക്കപ്പ് ഇട്ടു, സീൻ ഗംഭീരമായി ചിത്രീകരിക്കപ്പെട്ടു. അങ്ങനെ അയൽവീട് സന്ദർശിക്കാനെത്തിയ ചേച്ചി നടിയായിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ആ സിനിമയിലെ ആ സീനും എവർലാസ്റ്റിംഗ് ആയി മാറി. സിനിമയുടെ സംവിധായകൻ രാജസേനൻ, ആ സീനിൽ ഉണ്ടായിരുന്നവർ ജഗതി, വിജയരാഘവൻ, ജയറാം തുടങ്ങിയവർ. സിനിമയുടെ പേര് മേലെപ്പറമ്പിൽ ആൺവീട്. സീൻ പച്ചത്തക്കാളി വരട്ടെ എന്ന് ജഗതി ചേട്ടൻ പറയുന്ന പെണ്ണ് കാണൽ സീൻ. ജാതക ചേർത്ത നല്ലപോലെ ഉണ്ടെന്നാ കണ്ടത്. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ, പച്ചത്തക്കാളി വരട്ടെ. അന്ന് ഇതുപോലെ ബോഡി ഷേമിംഗ് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയം അല്ലാത്തതുകൊണ്ട് ആ സീൻ ട്രോളന്മാരുടെ ട്രോളുകളിൽ നിന്നും രക്ഷപ്പെട്ടു. രാജസേനൻ സിനിമകളിൽ സ്ഥിരം നമ്പറായിരുന്നു അന്ന് ബോഡി ഷേമിംഗ് കോമഡികൾ. ഇന്ദ്രൻസിന്റെ കുടക്കമ്പി എന്ന കഥാപാത്രമൊക്കെ അങ്ങനെ പിറന്നവയായിരുന്നു. ഈ സിനിമയിലും ആ സീനിന് ശേഷം ബ്രോക്കറായ ഇന്ദ്രൻസ് പറയുന്നുണ്ട്, മൂത്തതിനെ ആർക്കും വേണ്ട, രണ്ടുപേർക്കും ഇളയതിനെ മതിയെന്ന്. എന്താ അതിന്റെ അഭിപ്രായം? എനിക്കിളയല്ലേ നല്ലതാ, എനിക്ക് തോന്നി. കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ, നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന മൂത്തതിനെയാ. അതിന് എനിക്ക് വേണ്ട, അതിന് മൂപ്പിത്തിരി കൂടും. പുറത്ത് അതിൽ വലിയ പ്രശ്ന. രണ്ടാൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഹാസ്യത്തിനും അപ്പുറത്ത് സ്വല്പമെങ്കിലും ആ സംഭാഷണം നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തരിയെങ്കിലും സങ്കടം വിതറിയിട്ടുണ്ടാകും. പക്ഷേ ഇന്നത്തെ പോലെ കിലോ കണക്കിന് പുട്ടിയിട്ട് ലിപ്സ്റ്റിക്കും വാരിത്തേച്ച് ആളുകളെ പറ്റിക്കാത്ത ആ കാലഘട്ടത്തിലെ ആ ഗ്രാമീണ സുന്ദരി സിനിമയിലെ പോലെ ജീവിതത്തിൽ പുര നിറഞ്ഞ് നിന്നുപോയില്ല. അവർ ഇന്ന് വിവാഹിതയായി നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും